പെയിൻറ്റിങ് ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പെയിൻറ്റിങ് ട്രിക്ക് ചെയ്യാൻ പോണത്. ഇത് എന്തരാന്നുള്ളത് മലയാളികളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വരയ്ക്കാനൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കും കുഞ്ഞു മക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ് ഇത്. വലുതും ചെറുതുമായിട്ടുള്ള 2 ഇലകളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു ബട്ടർഫ്ലൈനെ കേട്ടോ നമ്മൾ ഇത് വെച്ചിട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എവിടെയാണോ ബട്ടർഫ്ലൈയുടെ ചിറക് വരുന്നത് അവിടെ നമ്മൾ ഈ പെയിൻ്റ് അടിച്ച ഇല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് എടുക്കുക. എൻ്റെ അടാ, എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ എൻ്റെ അവസ്ഥ എന്ന് വെച്ച് നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നറിയോ? നമ്മൾ ആ ഇലയിൽ വളരെ തിന്നായിട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിനുള്ളൊരു പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. പെയിൻറ് കുറച്ചും കൂടെ കൂടുതൽ അളവിലെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. കണ്ടോ, നമ്മൾ മാറി ചിന്തിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മുമ്പ് ആരോ പറഞ്ഞു വെച്ചത് എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ എന്ന്. അങ്ങനെ ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈയുടെ ബോഡി കൂടെ സെറ്റാക്കി എടുക്കാനുണ്ട്. അത് ഈ കാണുന്ന പോലെ ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇപ്പം അടിച്ച പെയിൻറ് ഉണങ്ങിയതിന് ശേഷം മാത്രം ബോഡി സെറ്റ് ചെയ്ത് കൊടുക്കുക.